നമ്മൾ മനുഷ്യന്മാരുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് നമ്മൾക്ക് ഭൂമിയിൽ അധികം നാളെ നിലനിൽക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. ഭൂമി അല്ലാണ്ട് നമുക്ക് മറ്റൊരു പ്ലാനറ്ററി ഓപ്ഷൻ ഉള്ളത് മാർസ് ആണ്. നമ്മുടെ ഭൂമിയെ പോലെ തന്നെ മാർസിൽ പോളാർ ഐസ് ക്യാപ്സ് ഉണ്ട്. അതുമാത്രമല്ല ഒരുപാട് ഏൻഷ്യന്റ് റിവർ സ്ട്രീംസിന്റെ എവിഡൻസ് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും മാർസിന്റെ മെയിൻ പ്രശ്നം അവിടുത്തെ കോൾഡ് ടെമ്പറേച്ചർ തന്നെയാണ്. ടെമ്പറേച്ചറിന് പുറമെ മാർസിന് ഒരു തിന്നായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറാണ് കണ്ടുവരുന്നത്. മാർസിൽ മനുഷ്യർക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അവിടെ ബേസിക് ആയിട്ട് വെള്ളവും വേണം, ഓക്സിജനും വേണം. മാർസിന്റെ ടെമ്പറേച്ചർ ഒരു ഹാബിറ്റബിൾ ടെമ്പറേച്ചർ ആക്കാൻ വേണ്ടിയിട്ട് ഇലോൺ മസ്ക് ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് സാറ്റലൈറ്റ്സിൽ വലിയ മിറേഴ്സ് വെച്ചിട്ട് സൂര്യന്റെ രശ്മികളെ ഈ മിററിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് മാർസിന്റെ സർഫസിലേക്ക് പോയിന്റ് ചെയ്യും. ഇത് ചെയ്യുന്ന വഴി മാർസിന്റെ സർഫസ് ടെമ്പറേച്ചർ കൂട്ടാനും അവിടെ ഒരു ചെയിൻ റിയാക്ഷൻ സംഭവിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാർസിന്റെ ടെമ്പറേച്ചർ കൂടുകയും അവിടുത്തെ പോളാർ ഐസ് ക്യാപ്സ് ഇവോപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാർസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും. അങ്ങനെ വീനസിൽ സംഭവിക്കുന്ന പോലെ ഒരു ഗ്ലോബൽ വാർമിംഗ് എഫക്റ്റ് മാർസിൽ സംഭവിക്കും. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ മാർസിന്റെ ടെമ്പറേച്ചർ ഒരു ഹാബിറ്റബിൾ ടെമ്പറേച്ചർ ആക്കി മാറ്റാൻ പറ്റും. കാർബൺ ഡൈ ഓക്സൈഡിനെ കൺസ്യൂം ചെയ്ത് അത് ഓക്സിജനായി കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ള മൈക്രോബ്സിനെ നമ്മൾ മാർസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ മാർഷ്യൻ അറ്റ്മോസ്ഫിയർ ഓക്സിജൻ റിച്ച് ആകാനും ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാർസിനെ ഹാബിറ്റബിൾ ആക്കാൻ കഴിയും. ഇതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ നിന്ന് കണ്ടറിഞ്ഞ കാര്യങ്ങളാണ്. അത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്തതാണ്.